ഒരു ഭാഗം കൂടി വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം എന്നെ സുഹൃത്തുക്കളെ നമസ്കാരം. വിരാളം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ തൃപ്പൂണിത്തറ കാഴ്ചകൾ തുടരുകയാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഞാൻ ഈ നിൽക്കുന്ന സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് വശത്തേക്ക് പൂർണ്ണത്രയീസിൻ്റെ മുമ്പിലേക്കുള്ള റോഡിലൂടെയുള്ള കാഴ്ചകളാണ് കണ്ടത്. വീണ്ടും നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിലെത്തി. ഇന്ന് നമ്മൾ പോകുന്നത് കിഴക്കോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, ഒന്നുള്ളൂ. ഇതാണ് സ്റ്റാച്യു ജംഗ്ഷൻ. ഈ കാണുന്ന റോഡിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്ര ചെയ്തത്. ദൂരെ കാണുന്നതാണ് പൂർണ്ണത്രയീശൻ. ഇനി നമ്മളിന്ന് പോകുന്നത് ഈ കിഴക്കോട്ടുള്ള റോഡിലൂടെയാണ്. ഇവിടെയാണ് തൃപ്പൂണിത്തറ ജംഗ്ഷൻ ഉള്ളത്. ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ഈ വലത്തേക്ക് പോകുന്നത് നമ്മുടെ ബസ് സ്റ്റേഷനാണ്, പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രിയൊക്കെയാണ്. ഇത് ഇടത്തേക്ക് പോകുന്നത് ലയം റോഡാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇത് ചെന്ന് ചേരുന്ന ജംഗ്ഷനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തറ ജംഗ്ഷൻ. പ്ലാവുകളൊക്കെ പറന്നു തുടങ്ങി. ലോട്ടറി കട രാവിലെ തുറന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഭാഗ്യാന്വേഷിച്ച് നിൽക്കുന്നു. ഒരു ലോട്ടറി കട തുറന്നിട്ടുണ്ട്. കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ്. വളരെ പഴയൊരു കടയാണെന്ന് തോന്നുന്നു കേട്ടോ. കൃഷ്ണ സിൽക്സ് രാവിലെ തുറന്നിരിക്കുന്നത് ലോട്ടറിയും പൂക്കളുടെ കടകളും ഒക്കെയാണ്. കോട്ടവാതിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, ബാറ് ഈ കോട്ടയ്ക്കകത്ത് തന്നെയുണ്ട്. കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നു. ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഇടത്തേക്കൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഓളക്കുളം റോഡ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. നോക്കാം, ഇത് പള്ളിയാണെന്ന് നോക്കാം കേട്ടോ. ജി രാഘവ മേനോൻ മുനിസിപ്പൽ ഹാൾ. ഇത് പണി തുടങ്ങിയതാണോ പുതിയ ഹാളാണെന്ന് തോന്നുന്നു കേട്ടോ. പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഏതോ വലിയ രാഷ്ട്രീയ പാർട്ടികളിലെ എന്തോ ഒരു ഫ്ലെക്സ് അടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പുറത്തുനിന്ന് നല്ല കൊട്ടാരത്തിൽ കോട്ടവാതിൽ ബാർ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഏത് ചർച്ചാണെന്ന് നോക്കാം. ഒരു കുരിശുപള്ളിയാണ് കേട്ടോ. ഇതിലൂടെ റോഡും ഉണ്ട്. പൗലോസ് മാർ അത്തനീഷ്യസ് റോഡ് എന്നാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തൃപ്പൂണിത്തറ ജംഗ്ഷനിലേക്ക് എത്താം. അവിടെ ഒരു പള്ളിയുമുണ്ട്. അപ്പോൾ നമുക്ക് വന്ന വഴി ഒന്ന് തിരിച്ചു പോവാം. ഇത് കൊള്ളാല്ലേ. ദ ഹെയർ ചീഫ് യൂണീസ് പാലൂൺ ലാവണ്യ 2006 മുതൽ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഭീമ ജുവൽസ് ഉണ്ട്. വീണ്ടും നമ്മൾ പൊളക്കുളം റോഡിലേക്ക് തിരിഞ്ഞ ജംഗ്ഷനിൽ തന്നെ എത്തി. ലോട്ടറി ഏജൻസീസ് തുടങ്ങിയിട്ടില്ല കേട്ടോ. കിഴക്കത് സൂര്യൻ ഉയർന്നു വരുന്നു. നല്ല കാഴ്ചയല്ലേ. ഇവിടെയും ഒരു റോഡ് കാണുന്നുണ്ട്. ഇതും നമുക്കൊന്ന് കയറി നോക്കാം. ഏതാണ് ഈ റോഡെന്ന് നോക്കാം. ഈ രാവിലെ സമയം ആയതുകൊണ്ടാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് കേട്ടോ. ലീല സിൽക്സ്, മരിയ ഹോം അപ്ലയൻസസ്. അപ്പോൾ ഈ റോഡും ചെന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിലേക്ക് എത്തിച്ചേരുവാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ടോ. ഇന്ന് മോണ്ടി തേഴ്സ്ഡേ ആണ്, പെസഹ വ്യാഴമാണ്. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുന്ന ഇതൊരു പള്ളിയിലേക്കുള്ള വഴിയാണ്. സെൻറ്റ് മേരീസ് LP സ്കൂൾ. അതൊക്കെ പള്ളിയിലേക്ക് പോകുന്ന NK കുമാരൻ മെമ്മോറിയൽ ഹോമിയോപ്പതി ക്ലിനിക്. ഓക്കെ, ദൂരെ കാണുന്നതാണ് നമുക്ക് മൂവാറ്റുപുഴ നിന്നും തിരുവാങ്കുളത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു പോകുന്ന 1 വേ.
ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഞാൻ തിരിച്ചു നടക്കാം. ഇത് അപ്പുറത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്കുള്ള നടപ്പാതയാണ് കേട്ടോ. സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണത്. ആ പള്ളി ഇവിടെ നിന്നും കാണാം. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കാം. സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാട്ടേക്ക് നടക്കുമ്പോൾ കാണുന്ന പോലുള്ള കാഴ്ചകളല്ല കിഴക്കോട്ട് നടക്കുമ്പോൾ കാണുന്നത്. കിഴക്കോട്ട് മോഡേണാണ്, പടിഞ്ഞാട്ടേക്ക് നമ്മൾ നടക്കുമ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു ഹെറിറ്റേജ് സ്ഥലം പോലെയുള്ള സ്ഥലങ്ങളാണ് പാലസുകളൊക്കെ. ഇവിടെയും കോട്ടയ്ക്കകമാണ് ഈ സ്ഥലത്തിന്. ഇത് കിഴക്കേ കോട്ടയെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ തിരിഞ്ഞ ജംഗ്ഷനിൽ തന്നെ എത്തി. സൂര്യൻ കുറച്ചുകൂടി ഉയർന്നിരിക്കുന്നു. ഫ്ലവർ പാലസ്, മലകൾ ബൊക്കെ പൂജാപുഷ്പങ്ങൾ. അങ്ങനെ നമ്മൾ കിഴക്കേക്കോട്ട എത്തി. കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ തൃപ്പൂണിത്തറ ജംഗ്ഷൻ, 4 കൂടിയൊരു ജംഗ്ഷനാണ് കേട്ടോ. പടിഞ്ഞാറേക്കോട്ട ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. ഈ റോഡിൽ എൻ്റെ പിൻവശത്തേക്ക് 1 വേ ആണ്. ഇതാണ് തൃപ്പൂണിത്തറ ജംഗ്ഷൻ. വടക്കു നിന്നും വരുന്ന ബസ്സുകൾ, ഇത് നമുക്ക് തെക്കോട്ടേക്ക്. ഇവിടെയും മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങനെയാണ് പോവുക. ഇങ്ങനെ പോയി അപ്പുറത്തൂടെ 1 വേയിലൂടെ കയറി ആണ് KSRTC സ്റ്റാൻഡിലെത്തുക. അതാ പള്ളി. വ്യാഴമാണ്. സെൻറ്റ് മേരീസ് പ്രേ ഫോറം, വളരെ പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. സെൻറ്റ് മേരീസ് ഫൊറാനെ ചർച്ച്. ഇവിടെയുണ്ട ഞാൻ നിന്നോട് കൊണ്ട് പ്രത്യാശയോടെ ഇതുകൊണ്ട് ഇതിലേക്ക് വിശ്വാസികൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള ചുമന്ന നിറത്തിലുള്ള വീട്. തൃപ്പൂണിത്തറ നഗരസഭ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണിത്. ബസ്സുകൾ നേരെ പോകും. ഇനി എറണാകുളത്തിന് പോകുന്ന ബസ്സുകൾ ഇതാ ഇവിടെ റൈറ്റിലേക്ക് തിരിച്ചു പോകും. ഇത് 1 വേ ആണ് കേട്ടോ. ഈ അപ്പുറത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇവയൊക്കെയാണ് നമുക്ക് അവിടെ കാണാനുള്ളത്. സ്കൂളിൻ്റെ എൻട്രൻസ് ആണത്. ഇത് PWDയുടെ റെസ്റ്റ് ഹൗസാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ തന്നെ PWD റെസ്റ്റ് ഹൗസ്. അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് എൻട്രി ഇല്ല. ഇത് 1 വേ ആണ്. വരദരാജ റെഡ്ഡി, വിഷ്വൽ വൈബ്സ്, പേരുള്ള അല്ലേ. ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രി, കിഴക്കേക്കോട്ട, തൃപ്പൂണിത്തറ. ഇതാണ് ഗവൺമെൻറ് ആയുർവേദ കോളേജ്. ഒരു മോഡേൺ ബിൽഡിംഗ് ഇൻ ആയുർവേദ അല്ലേ. ആയുർവേദത്തിന് വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ, റിസർച്ച് ഇൻ ആയുർവേദ, തൃപ്പൂണിത്തറ. നടക്കുന്ന വാഹനങ്ങളൊന്നും എല്ലാം രോഗികളുടെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ ഇൻപേഷ്യൻസ് ഒന്നുമില്ല കേട്ടോ. ഇത് ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ്. സ്കൂൾ ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻ ആയുർവേദം. പക്ഷേ OP ഉണ്ട് എല്ലാ ദിവസവും 8 മുതൽ 1 മണി വരെ.
ചൂയവാഴത്തിന് വൃത്ത OP കെ രൂപ വീക്ഷ സത്യം പറഞ്ഞാൽ ഞാനത് ഏതോ ഒരു ഫ്ലാറ്റാണെന്നാണ് ബോർഡൊക്കെ ഇവിടെ ഒതുങ്ങിയിരിക്കുകയല്ലേ. എന്താണെങ്കിലും കൊള്ളാം. വളരെ ഭയങ്കരമായിട്ടുള്ളൊരു കെട്ടിടം ആയുർവേദത്തിൽ. അങ്ങനെ നമ്മൾ വീണ്ടും ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലെത്തി. ഇപ്പം നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ടേക്കാണ് നടന്നത് കേട്ടോ. ഇനി നമുക്ക് വടക്കോട്ടേക്കൊന്ന് നടന്നു നോക്കാം എന്താ ഉള്ളതെന്ന്. അതോ പള്ളിയിൽ വീണ്ടും എത്തി. തൊട്ട് ബസ്സുകളൊക്കെ പാലക്കാട് ബസ് വരുന്ന വഴിയെ നമുക്കൊന്ന് നടന്നു നോക്കാം കേട്ടോ. ഈ വഴിയെ നമുക്ക് പിന്നീട് പോകാം. ഇവിടെ വഴിയുന്ന ഇവിടേക്കുള്ള ബസ് പോകുന്നു. നാടൻ വെജ് നോൺ വെജ് ചൈനീസ് റെസ്റ്റോറൻറ്റ് റസൂൾ. ലീല സ്റ്റോഴ്സ്. ബോംബെ ജ്യൂസ് വാല. പേര് കൊള്ളാമല്ലോ. ബോംബെ ജ്യൂസ് വാല. ഫ്രൂട്ട് ജ്യൂസ്, ഫലൂദ, മിൽക്ക് ഷേക്ക് ആദ്യമായൊക്കെ ഉണ്ട്. ജംഗ്ഷനിൽ തന്നെ അടുത്ത ഒരു ചെന്നൈ യാക്കോബേറ്റ് കൊറിയൻ ചർച്ച്. പൗലോസ് മാർ അത്തനേഷ്യസ് റോഡ് കണ്ടില്ലേ? അതിൻ്റെ കിഴക്ക് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. ആ കുരിശുപള്ളിയെ കാണുന്നുണ്ട്. ഈ പള്ളിയുടെ കുരിശുപള്ളി ആയിരിക്കണം. ഇപ്പം ഒരുപാട് പഴക്കമുള്ള പള്ളികളാണ് കേട്ടോ. ഒരു പമ്പുമുണ്ട്. ലക്ഷ്മി ബിൽഡിംഗ്. നമുക്കൊരു ശകലം കൂടെ കുറച്ചുകൂടി നടന്നു നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത്. മദർ തെരേസ ലെയിൻ. ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്. ഇതൊരു സ്കൂൾ കോമ്പൗണ്ടാണ്. ഇവിടെ എൻ്റെ മോളെയാണോ മോനെയാണോ എന്നറിയില്ല, ആരെയോ കൊണ്ടൊരു ടെസ്റ്റ് എഴുതാനൊക്കെ വന്നിരുന്നു. എൻട്രൻസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗവൺമെൻറ് ഗേൾസ് HSS തൃപ്പൂണിത്തറ. കൊള്ളാമല്ലേ? സ്കൂൾ അടച്ചിട്ട് അധികം ദിവസമല്ലേ. അത് ഇതിപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നില്ലേ എന്നൊരു സംശയം. അപ്പോൾ ഇത് പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. പുതിയ ബിൽഡിങ് അവിടെയുണ്ട്. പോലീസ് കാഡറ്റ് പ്രോജക്റ്റ്. തൃപ്പൂണിത്തുറ നഗരസഭ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പം നമ്മൾ തെക്കേ സൈഡിൽ കണ്ടത് ബോയ്സ് സ്കൂളാണെങ്കിൽ ഇത് ഗേൾസ് സ്കൂളാണ്. ലൊക്കേഷൻ തുടങ്ങി ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടവും. ഓക്കെ, നോട്ടറിയൽ അഡ്വക്കേറ്റ്സിനെ കാണുന്നപ്പോൾ കോടതി ഇവിടെ എടുത്തോ എവിടെയോ ആയിരിക്കണം അല്ലേ കോടതികൾ. സബ് രജിസ്ട്രാർ ഓഫീസ്, മുനിസിപ്പൽ വായിച്ചു മാറിപ്പോയി കേട്ടോ. മിനി സിവിൽ സ്റ്റേഷൻ തൃപ്പൂണിത്തറ. ഇത് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് എല്ലാം ഇതിനകത്ത് ഉണ്ട്. രജിസ്ട്രാർ ഓഫീസ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നഷ്ടമായില്ല. ഈ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. PUCB പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന കെട്ടിടമാണ്. ഈ റോഡുകൾ നേരെ എത്തുന്നത് NH 85-ലാണ്. അതായത് പഴയ NH 49-ൽ. തൃപ്പൂണിത്തുറയിൽ നിന്ന് വടക്കോട്ട് കിടക്കുന്ന എല്ലാ റോഡുകളും NH 85-ലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ NH 85-ൻ്റെ ഒരു വീഡിയോ തീർച്ചയായും എടുക്കുന്നതാണ്.
ഇനി ജംഗ്ഷനിലേക്ക് പോവാം, തൃപ്പൂണിത്തുറ ജംഗ്ഷനിലേക്ക്. അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് റോഡിലേക്ക് പോകേണ്ടതുണ്ട്, നമ്മുടെ മെട്രോ സ്റ്റേഷൻ കാണേണ്ടതുണ്ട്, റെയിൽവേ സ്റ്റേഷൻ കാണേണ്ടതുണ്ട്. അപ്പോൾ പോയേക്കാം. ഓക്കെ, രാവിലെ ഒരു മോർണിംഗ് വാക്ക് കൂടിയാണ് ഈ കാഴ്ചകൾ. അതുകൊണ്ട് മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഓരോ സ്ഥലങ്ങൾ കേട്ടോ. അല്ലാത്ത ദിവസം നമ്മൾ വീടിനടുത്തുള്ള സ്ഥലങ്ങളിലൂടെ നടക്കും. ഇന്നിങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പുറത്തുള്ള സ്ഥലങ്ങൾ നടക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും. ആ വീഡിയോ ആണ് നിങ്ങളെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ വീണ്ടും തൃപ്പൂണിത്തുറ ജംഗ്ഷനിലേക്ക് എത്തി. പള്ളിയിൽ കുർബാന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടും തൃപ്പൂണിത്തുറ ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് നമുക്ക് ഇടത്തേക്ക്, അതായത് ഇവിടുന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യാം, നടക്കാം. ഈ കിഴക്കോട്ടുള്ള വഴി എന്ന് പറയുന്നത് തിരുവാങ്കുളം, കോലഞ്ചേരി, മൂവാറ്റുപുഴ ഇവിടെയൊക്കെ എത്തുന്ന ബസ്സുകൾ പോകുന്ന വഴികളാണ് കേട്ടോ. കരിങ്ങാച്ചിറ ഇരുമ്പനം വഴി ഇൻഫോ പാർക്കിന് പോകുന്ന ബസ്സാണിത്. കളരിക്കൻസ് മാൾ, ഇവിടെ ജംഗ്ഷനിൽ തന്നെ വലിയൊരു മാള് നമുക്ക് കാണാം. കളരിക്കൻസ് മാൾ. ഇത് ആലുവ, കാക്കനാട് വഴി ആലുവയ്ക്ക് പോകുന്ന ബസ്. യമ്മി ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ള മൾട്ടി ബ്രാൻഡ് ആയുർവേദിക് ഷോപ്പ്, കൊച്ചിൻ ആര്യവൈദ്യശാലയുടെ മെൻസ് പ്ലാനറ്റ്. റോഡ് കാണുന്നുണ്ട്, പക്ഷേ ഇത് ചായ സ്ട്രീറ്റ്, അറബിക് കിച്ചണൊക്കെ ഉണ്ട് ഇവിടെ. പ്രൈവറ്റ് റോഡാണ്, ഗേറ്റൊക്കെ ഉണ്ടല്ലോ. ഓപ്പോസിറ്റ് അതും ഒരു റോഡ്, ചെറിയ റോഡ്, റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ ആയിരിക്കും അവിടെ. ഗ്രാൻഡ് ഫിനാൻഷ്യൽ പാഴ്സൽ കൗണ്ടർ ഉള്ളതല്ലേ. മോർ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ വന്ന് കയറുന്ന ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ ഇടത്തേക്കും വലത്തേക്കും ഉള്ള റോഡ് മാർക്കറ്റ് റോഡുമാണ്. അപ്പം നമുക്ക് ആദ്യം വലത്തേക്ക് പോയി നോക്കാം. ഇനി നേരെ വളഞ്ഞു കിടക്കുന്ന റോഡ് കരിങ്ങാച്ചിറ, തിരുവാങ്കുളം, കോലഞ്ചേരി, മൂവാറ്റുപുഴയൊക്കെ പോകുന്ന മാർക്കറ്റ് റോഡ്. മാർക്കറ്റ് റോഡ് നമ്മൾ ഈ റോഡും പോയിട്ട് നമ്മുടെ വൈക്കം റോഡിൽ, കോട്ടയം റോഡിൽ ചെന്ന് കയറും കേട്ടോ. വാഴക്കുലകൾ. കച്ചവടം നടക്കട്ടെ, കച്ചവടം നടക്കട്ടെ. കുയിൽ, കുല, ഇതാണ് തൃപ്പൂണിത്തുറ മാർക്കറ്റ്. നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ മേടിച്ചു നമുക്ക് പോവാം. 1 കിലോ ചന്ദ്രക്കാരൻ മാങ്ങ. നമ്മളിതൊക്കെ മേടിച്ചടി പതിയെ മാർക്കറ്റ് റോഡിൻ്റെ ഒറ്റ സൈഡിലേക്ക് പോവാം കേട്ടോ. ജംഗ്ഷനിൽ നിന്ന് ഇത് മാർക്കറ്റ് റോഡ് തന്നെയാണ്. ഇതായത് ജംഗ്ഷനിൽ തന്നെ നെടിയത്ത് എൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഗ്രീൻ സംഗാടി. നിങ്ങൾക്ക് കാക്കനാട് കാണാറുള്ള ഒരു ആണ്. ഒരു ഷോപ്പിംഗ് സെൻ്റർ ആണല്ലോ, പല പല കടകളൊക്കെ ഉണ്ട്. രാജൻ ട്രേഡേഴ്സ്. ഈ വഴിയെ പോയാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം.
ആ വഴിയെ കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ക്ഷേത്രം കണ്ടു കേട്ടോ. പള്ളിപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രം. പ്രതിഷ്ഠാദിനാഘോഷം. ദിനാഘോഷം വായിക്കുന്നൊക്കെ തെറ്റിപ്പോവാണല്ലോ. പറമ്പുകാവ് നായർ കരയോഗം. ആ അതെ അല്ലേ, അവിടെയാണ് മുൻവശം, അവിടെയാണ് കിഴക്കുവശം. അതാണല്ലേ, ഓക്കെ ഓക്കെ. ആ ആ ആ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇവിടെ വഴിപാടുകളൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കിഴക്കുവശം, ഇതാണ് മുൻവശം. പള്ളിപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രം. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുള്ള ക്ഷേത്രം. പുതിയകാവ് ക്ഷേത്രം കണ്ട് വീണ്ടും നമ്മൾ നെടിയത്തെ എൻസ്ക്വയറിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനായി കാണാനായിട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ ആദ്യമായൊക്കെ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കരിങ്ങാച്ചിറ, തിരുവാങ്കുളം, കോലഞ്ചേരി വഴി മൂവാറ്റുപുഴയ്ക്ക് പോകുന്നതാണ്. ഓക്കെ, ഇവിടെയാണ് തൃപ്പൂണിത്തറ സീമാസ് ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, മെട്രോ സ്റ്റേഷൻ 800 മീറ്റർ ഉള്ളൂ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക്. ചൈനീസ് വോക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് തൃപ്പൂണിത്തറ ടൗൺ ജുമാ മസ്ജിദ് എഴുതി വെച്ചിട്ടുണ്ട്. കെ വെജിറ്റബിൾസ്, ഹോൾസെയിൽ വെജിറ്റബിൾസ് കച്ചവടക്കാരാണ്, പച്ചക്കറി കച്ചവടക്കാർ. വലിയ സ്റ്റോറാന്ന് നോക്കിയേ. മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കുമല്ലോ അല്ലേ, തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറികളായിരിക്കണം അല്ലേ. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, ഒരു ടർഫുണ്ട്, വോളിബോളൊക്കെ. റിലയൻറ്റ് അലൂമിനിയം. നല്ല ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പണി നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. RCM ഐ ഹോസ്പിറ്റൽ. നേരെ മുമ്പിൽ കാണുന്ന ഒരു ജംഗ്ഷൻ കണ്ടോ, അവിടെ നിന്നാണ് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയേണ്ടത്. പോയി നോക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയേണ്ട ജംഗ്ഷൻ. തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ. തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ ഈ പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുറയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടം വരെയാണ് മെട്രോ സ്റ്റേഷൻ. ആലുവയിൽ നിന്ന് വന്ന് തീരുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. ഇത് തൃപ്പൂണിത്തറ ROB ആണ്, റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വലത്തേക്ക് മാറി ഇത് ആ വഴിയിലൂടെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അതാ ഒരു വണ്ടി തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ട് ഏത് വണ്ടിയാണെന്ന് അറിയില്ല കേട്ടോ. ഇത് നോക്കാം, കാണാൻ വായിക്കാൻ പറ്റുമോ.
ഇതൊക്കെ പേ ആൻഡ് പാർക്ക് ഏരിയകളാണ് കേട്ടോ. വാഹനം കൊണ്ടുവന്നതിന് അവിടെ നമുക്ക് പേ ചെയ്ത് പാർക്ക് ചെയ്യാം. കടന്നുപോയി. ഇത് റെയിൽവേയും ഇടത്തെ സൈഡിൽ മെട്രോ സ്റ്റേഷൻ. പുതുക്കി പണിത റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. തൃപ്പൂണിത്തറ പണ്ട് വളരെ മുഷിഞ്ഞ് കിടന്ന റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. അപ്പോൾ അത് തൊട്ടടുത്ത് തൃപ്പൂണിത്തറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ. ഇതാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. ധാരാളം മൊറൈൽ ആർട്സൊക്കെ ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് ആലുവയിൽ നിന്ന് റെയിൽവേ എത്തിച്ചേരുന്ന അവസാന പോയിൻ്റാണിത്. ഓക്കെ, അങ്ങനെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെയും മെട്രോ സ്റ്റേഷൻ്റെയും പരിസരത്ത് വെച്ച് നമ്മുടെ ഈ തൃപ്പൂണിത്തുറ കാഴ്ചകളുടെ വീഡിയോയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ തൃപ്പൂണിത്തുറ കാഴ്ചകളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുമെന്ന്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. എങ്കിലേ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. ഒരു ഭാഗം കൂടി വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം NH85 വഴിയുള്ള തൃപ്പൂണിത്തുറയുടെ കാഴ്ചകൾ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ല. തീർച്ചയായും അതും കൂടി ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്.